ഇരിക്കുക. ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്ന നിങ്ങളെയും ഈ ധ്യാനം ഓൺലൈനായി ദൈവം അഭിഷേകം നൽകുമ്പോഴൊക്കെ ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ അതേത് കാലത്തായാലും കർത്താവിൻ്റെ പ്രത്യേകമായ കരസ്പർശം ലഭിക്കാൻ നിങ്ങളെയും സമീപസ്ഥരെയും വിദൂരസ്ഥരെയും ആത്മശക്തിയുടെ അഭിഷേകത്താൽ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം അതിൻ്റെ പരിണത ഫലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും. ഈ വരം അത്യന്താപേക്ഷിതമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശക്തിയുടെ വരം. മനസ്സിലായില്ലേ? ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തുവരണില്ല, വസ്തു വിൽക്കണില്ല, ജപ്തി നടപടി വരാൻ പോകുന്നു, നിങ്ങളുടെ രോഗമാണ്, അത് വളരെ മോശകരമായ രോഗമാണ്. പക്ഷേ ഇത് സൗഖ്യപ്പെടുന്നവരെ, അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്നവരെ, അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 10 ദിവസമാകാം, ചില റെയർ കേസിൽ 10 മാസവും ആകാം. പക്ഷേ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം, അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ്, ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ ഉപവരപ്രസാദമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ സമയം അല്പം നീണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഗ്രേസ് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ്, അതായത് ഇതിനെ നമ്മൾ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട്. അതാണ് ഫില്ലിംഗ് ഗ്രേസ് എന്ന് പറയുന്നത്. നിലനിർത്തുന്ന കൃപകൾ. ഈ നിലനിർത്തുന്ന കൃപയിൽ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? വീട്, ജോലി, വിവാഹം, അതുപോലെ തന്നെ പഠനം, വിജയം. പക്ഷെ അത് എത്തണ വരെ, അത് നമ്മൾ അനുഭവിക്കുന്ന വരെ ഉള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ചിലവഴിക്കണത്? ടെൻഷൻ അടിച്ചു. ഉടമ്പടി എടുക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇല്ലേ? ഉടമ്പടി എടുക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, ഈ പണ്ടാരം ഒന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലേ? അത് ടെൻഷൻ. അതാണ് ഈ ടൈം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത്. സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു പ്രത്യേക വരപ്രസാദം കൊണ്ടാണ്. ആത്മശക്തി എന്ന് പറയും. എല്ലാവർക്കും അവകാശമുള്ളതാണ്, ആർക്കും കിട്ടും. ആർക്കും കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയമെന്ന് പറയണത്, ഇപ്പം ആമിന താത്താടെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പോൾ അവരാ സാക്ഷ്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉടമ്പടി എന്ന് പറയുന്നത് ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ഇപ്പോൾ അവർക്ക് അടയാളം കിട്ടും. അത് എക്സ് ഓർ വൈ, അതിനകത്ത് വിശ്വാസത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം? ബൈബിളിൻ്റെ ഒരു നിലപാടതാണ്. ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്ക് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നു, പ്രകടിപ്പിക്കാനല്ല പ്രയോഗിക്കാൻ, ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നത്, അവർക്ക് അടയാളം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്,
വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ മേൽ ഒരു 16-17 എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:17. മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരോട് കൂടെ ഒന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണ എന്താണ്? അടയാളമാണ്. അത് ആർക്കും വിശ്വസിക്കാം. അതിന് ക്രിസ്ത്യൻസ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ക്രിസ്ത്യൻ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം. ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയണത് അവർക്ക് അടയാളം കിട്ടും.